ബ്ലൗസിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടാനായിട്ട് ഒരു ട്രിക്ക് പറഞ്ഞു തരട്ടെ. അതിന് നമ്മൾ ആദ്യം നമ്മുടെ ബ്ലൗസിൻ്റെ സ്ലീവ് അളവിനനുസരിച്ച് വെട്ടിയെടുക്കുക. ഞാനിങ്ങനെ 2 കളറിൽ വെട്ടിയെടുത്തിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. റെഡ് ബാക്ക് പീസും യെല്ലോ ഫ്രണ്ട് പീസുമായിട്ടാണ് നമ്മുടെ സ്ലീവിൻ്റെ ബാക്കും ഫ്രണ്ടും വരുന്ന രീതിയിലാണ് ഞാൻ ഈ 2 കളറ് ചെയ്തിരിക്കുന്നത്. അത് ഞാനിത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് കേട്ടോ. ഇത് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. രണ്ടും ഒരു സ്ലീവ് തന്നെ 2 തുണിയിട്ട് കളറാക്കിയെന്നേ ഉള്ളൂ. 2 വശത്തും 2 കളറാക്കിയത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു വ്യത്യാസമില്ല. ഒരു സ്ലീവ് തന്നെയാണ്. അതിനുശേഷം നമ്മൾ ടേപ്പിലൊരു 3/4 ഇഞ്ച് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ, നമ്മൾ ഓൾറെഡി അവിടെ മെഷർമെൻറ്റ് ചെയ്ത് വരച്ചിട്ടുണ്ട്. നമ്മുടെ ആം ഹോള് നമ്മളവിടെ മെഷർ ചെയ്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ആവശ്യത്തിന് സീം അലവൻസും ഇട്ടിട്ടുണ്ടല്ലോ. ആ സീം അലവൻസിൻ്റെ അറ്റത്തു നിന്ന് നമ്മൾ ടേപ്പിൽ ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്യണം. അത് നമ്മൾ മുകളിൽ നിന്ന് താഴത്തേക്ക് വരെ, അതായത് ആ സ്ലീവിൻ്റെ ലെങ്ത്തിൽ നിന്ന് മുകളിൽ നിന്ന് താഴത്തേക്ക് വരെ ആ 3/4 ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്യണം. വീഡിയോയിൽ കാണുന്നത് പോലെ കേട്ടോ. ചിലപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിലും ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ അത് പെട്ടെന്ന് ക്ലിയർ ആവും. എന്നിട്ട് നമ്മൾ ആ 3/4 ഇഞ്ച് വരച്ചത് കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ അവിടെ ഒരു മാർക്കിംഗ് ആയല്ലോ. ശേഷം ആ മാർക്കിങ്ങിലേക്ക് നമ്മുടെ ബാക്ക് പീസ് കൊണ്ടുവന്ന് വെക്കുക കേട്ടോ. അങ്ങനെ വെച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്യുമ്പോൾ നമുക്കിത് ഇങ്ങനെ ആയിരിക്കും പിന്നെ കിട്ടുന്നത്. അപ്പോൾ ആ എക്സ്ട്രാ നമ്മുടെ ഫ്രണ്ട് പീസ് എക്സ്ട്രാ കുറച്ച് കയറി നിൽക്കുന്നതാണ് കേട്ടോ. നമ്മൾ ആ ബാക്ക് പീസ് ആ 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ മാർക്കിങ്ങിൽ കൊണ്ട് വയ്ക്കുമ്പോൾ ആ ഫ്രണ്ട് പീസ് കയറി നിൽക്കും. ആ എക്സ്ട്രാ വരുന്ന പീസ് നമ്മളിതിങ്ങനെ മാർക്ക് ചെയ്യുക. എക്സ്ട്രാ കയറി നിൽക്കുന്ന പീസ് എവിടം വരെ ഉണ്ടോ അവിടം വരെ നമ്മൾ മാർക്ക് ചെയ്യണം കേട്ടോ. ശേഷം നമ്മൾ സ്ലീവ് ഫുള്ളേ വിടർത്തിയിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത ആ വരയിൽ കൂടെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ഈ കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് വെട്ടുന്നതാണ് കേട്ടോ. അതായത് യെല്ലോ ഭാഗം ഫ്രണ്ട് പീസാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് നമ്മൾ സ്ലീവിൻ്റെ ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് വെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ട്രിക്ക് പ്രയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് സ്ലീവിൻ്റെ ഫ്രണ്ട് ആം ഹോൾ ഇങ്ങനെ കുഴിച്ച് വെട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൂത്രം അറിയാവുന്നവരുണ്ടായിരുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.